റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തത്സമയം നമ്മൾ ഈ കുരുക്ഷേത്രം പ്രേക്ഷകർക്കൊപ്പം എത്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വെൽക്കം. മൂന്ന് തവണയും ഉരുക്കുകോട്ട പോലെ UDF-നോടൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ്. ആന്റണി ഇത്തവണ TM തോമസ് ഐസക്കിനെ നേരിടാൻ ഇറങ്ങുമ്പോഴും പത്തനംതിട്ട കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ BJPയുടെ വിജയപ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലമാണ്. അനിൽ ആന്റണി തന്നെ മത്സരത്തിന് നേരിട്ടിറങ്ങുമ്പോൾ അനിൽ ആന്റണി ഒപ്പം TM തോമസ് ഐസക് ആരായിരിക്കും മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സംസ്ഥാനത്തും ദേശീയ തലത്തെയും മണ്ഡലത്തിലെയും ഒക്കെ പ്രാദേശിക വികസനം, ദേശീയ രാഷ്ട്രീയം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പായി പത്തനംതിട്ടയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരാൻ വേണ്ടി LDF-ൽ നിന്നും R സനൽകുമാർ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു UDF-ന് വേണ്ടി, BJP പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് അയിരൂർ NDA പ്രതിനിധിയായും, ഒപ്പം പത്തനംതിട്ടയിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രതിനിധികളും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം പഴകുളം മധുവിലേക്ക്. പഴകുളം മധു, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് തുടർച്ചയായി ഇന്ന് സീതാറാം യെച്ചൂരിയും പറയുന്നത് ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസ് ആണ് എന്നാണ്. തിരഞ്ഞെടുപ്പ് അംഗം കുറിച്ച് ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 4 നാൾ നിലനിൽക്കെ ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൽ പെരുത്ത അടിയാണ് എന്നുള്ളതാണ് ദേശീയ തലത്തിലെ സംസാര വിഷയം. രാഹുൽ ഗാന്ധിയാണോ CM ആണോ സ്ഥിതി മോശമാക്കിയത്? ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇന്ത്യ മുന്നണി എന്നല്ല LDF UDF തമ്മിലാണ് മത്സരം. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും ഇന്ത്യയിലെ പല സംസ്ഥാനത്തും പരസ്പരം മത്സരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രോസസ്സായിട്ടാണ് നടത്തുന്നത്. കേരളത്തിൽ CPM-ന് അത് കഴിയുമായിരുന്നു. പക്ഷേ അവർ നിർഭാഗ്യവശാൽ അവർക്കെതിരെയുള്ള കേസുകളും അഴിമതികളും ഒക്കെ ഉണ്ട്. പിണറായി വിജയന് അത് കഴിയില്ല. അദ്ദേഹം ഈ പാർട്ടി എന്ന് പറയുന്നത് CPM-ൽ പിണറായി വിജയനാണ്. ഇപ്പോൾ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പോലും ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കില്ല. അതാണ് സ്ഥിതി. പിണറായിക്കാണെങ്കിലും അദ്ദേഹം SNC ലാവലിനും തൊട്ട് ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ, ലൈഫ് മിഷന്, ഇപ്പോൾ മാസപ്പടി, ഇതിലെല്ലാം പെട്ടു നിൽക്കുന്ന പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും രക്ഷിക്കണോ, അതോ അതെല്ലാം ഉപേക്ഷിച്ച് വിശാലമായ താല്പര്യം, രാജ്യ താല്പര്യം, അത് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഒക്കെ ചെയ്യണോ എന്ന ചോദ്യം വന്നാൽ പിണറായി ഓപ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ്. അതിനുവേണ്ടി കേരളത്തിലെ CPM പാർട്ടി ബലി കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ സീതാറാം കേസിൻ്റെ ഭാഗന്നത് അതൊരു, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിൻ്റെ ഭാഗത്ത് അതൊരു എന്താണ് ഒരു തമാശയായി മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അദ്ദേഹം മനസ്സിൽ നിന്ന് പറഞ്ഞയക്കില്ല. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, പറഞ്ഞത് K ഗോവിന്ദനാണ്. സീതാറാം യെച്ചൂരി പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതിന് തെറ്റായൊരു സന്ദേശം കൊടുത്തു. രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടത് ആരാണ് എതിരാളി എന്നതാണ്. CPM ആണോ BJP ആണോ? അല്ല, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ അവർക്കൊരു സീറ്റ് നഷ്ടപ്പെടും. അതിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിൽ UDF-ന് അനുകൂലമായ തരംഗം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് സീതാറാം യെച്ചൂരിക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. ഓക്കെ, നോക്കൂ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സനൽ, ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമാണ്. മോദി ഭയമാണ് പിണറായി വിജയന്, അതുകൊണ്ടാണ് മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിൽ നിന്ന് പിണറായി പിന്നാക്കം പോകുന്നത് എന്നാണ് KC വേണുഗോപാൽ ഇന്ന് എന്നോട് പറഞ്ഞത്. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈ ഏതെങ്കിലും തരത്തിൽ നിയമാനുസൃതമല്ലാത്ത ഒരന്വേഷണത്തെയും കോൺഗ്രസ് സ്വാഗതം ചെയ്യില്ല. നിയമാനുസൃതമാണെങ്കിൽ വീണ വിജയനും അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ പോകേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ CPM-ന് മോദി ഭയം കാരണം, നേരത്തെ പഴകുളം മധു പറഞ്ഞതുപോലെ, പിണറായി വിജയൻ തന്റെ സ്വന്തം സുരക്ഷിതത്വത്തിന് മാളത്തിൽ ഒളിക്കാൻ വേണ്ടിയാണോ മോദി വിമർശനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നതാണ് ചോദ്യം. ഇവിടെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ തവണ തന്നെ BJP-യെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം ആത്മാർത്ഥമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് നടത്തിയില്ല. കഴിഞ്ഞ തവണ ഈ കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചതാണ്, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇന്ത്യക്ക് നൽകുന്നത്? കാരണം ആര് ജയിച്ചാലും BJP-യെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ, ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് എന്ന നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചോദ്യം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. അമേഠിയിലെ പരാജയത്തിലൂടെ രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങിയത്. അങ്ങനെ അന്ന് ഏറ്റുവാങ്ങിയതിന് ശേഷവും അദ്ദേഹം പാഠം പഠിച്ചിട്ടില്ല എന്ന തെളിവാണ് ഇത്തവണ സ്വന്തം പാർട്ടിയുടെ കൊടിയും സ്വന്തം ഘടകകക്ഷിയുടെ കൊടിയും പോലും ഉപേക്ഷിച്ച് BJP ആർക്കാണ് ഭയം എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഞാൻ പറയുന്നത്. KC വേണുഗോപാൽ അടക്കം കൂട്ടത്തിൽ നിന്നുകൊണ്ട്
ചിത്രം മാത്രം വെച്ച് വോട്ട് പിടിക്കുന്ന പുതിയ തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിയുടെയും ഘടകകക്ഷിയുടെയും കൊടി ഉപേക്ഷിക്കുകയാണ്. പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് കഴിഞ്ഞ തവണ BJP പ്രചരിപ്പിച്ചാണ് അമേഠിയിൽ ഇദ്ദേഹത്തെ തോൽപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശരിയായി നിലപാടെടുക്കേണ്ട നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെച്ചു എന്ന് മാത്രമല്ല, അത് അടിയറ വെച്ചു എന്ന് മാത്രമല്ല, സ്വന്തം കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അളിയനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ റോബർട്ട് വധേരെ ഉപയോഗിച്ച് 160 കോടി രൂപ കൊടുത്ത് പേടിയിൽ നിന്ന് മാറിയ ആളാണ്. അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത KC വേണുഗോപാലും കൂടെ ചേർന്നാണ് പിണറായി വിജയന് പേടിയാണെന്ന് പറയുന്നത്. പിണറായി വിജയന് പേടിയാണെങ്കിൽ എന്തിനാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെയും ഫറൂഖ് അബ്ദുള്ളയെ പോലുള്ള ദേശീയ നേതാക്കന്മാരെയും എല്ലാം അണിനിരത്തി BJPക്കെതിരായി ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കാത്ത BJPയുടെ ഗവൺമെന്റിനെതിരായി അതിശക്തമായൊരു സമരം ഇന്ത്യയിൽ നടത്തിയ ഒരു സന്ദേശം കൊടുത്തത് പിണറായി വിജയനല്ലേ? പിണറായി വിജയന്റെ ആ യോഗത്തിൽ വെച്ചല്ലേ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾക്കാണ് ഇതിനെ നയിക്കാൻ കഴിയുക എന്നത്. അതിനുശേഷമല്ലേ ഫ്രണ്ട്ലി മാച്ച് ആണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ നിങ്ങൾ ലീഗിന്റെ പതാക ഉയർത്തിയില്ല, നിങ്ങളുടെ പതാക താഴെ വെച്ചു. അതാ മുന്നണിക്കുള്ളൊരു ആഭ്യന്തര പ്രശ്നമല്ലേ? അതിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കോൺഗ്രസ് ദുർബലമായാൽ ദുർബലമാകുന്നത് ഇടതുപക്ഷം കൂടിയല്ല. ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസുമുണ്ട്, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ മതനിരപേക്ഷതയുടെ ഒരു ബദൽ സന്ദേശം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ മണ്ണിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ചോദിച്ച ചോദ്യം രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയം ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ CAA പറ്റി പറയുന്നില്ല? നേരത്തെ നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് ക്ഷേത്രം പണിഞ്ഞ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു നിലപാട് പറഞ്ഞില്ല? കോൺഗ്രസിന് ഒരു നിലപാട് തറയില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ദൗർബല്യം. അതിനു മുമ്പ് എനിക്ക് പ്രതിമയിലേക്ക് പോയാൽ അനിൽ ആന്റണി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എന്താണ് പത്തനംതിട്ടയിലെ വോട്ടർമാരെ നിങ്ങൾ വിശ്വസിപ്പിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് ആത്മവിശ്വാസമാണ് ഇന്ത്യക്ക് പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിലുള്ളത്? NDAക്ക് പത്തനംതിട്ടയിൽ വലിയ ആത്മവിശ്വാസമാണ്. അത് മറ്റൊന്നുമല്ല, NDA കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഞങ്ങളുടെ വോട്ട് ഷെയർ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു മോശമായ സന്ദേശം പ്രചരിപ്പിച്ചു. BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ അങ്ങനെ കഴിഞ്ഞു കേരളത്തിൽ മാത്രം. നേരെ മറിച്ച് ഇന്ന് ലോകത്താരും തന്നെ വിശ്വസിക്കുന്നില്ല NDA അധികാരത്തിൽ വരില്ല എന്ന്. NDA ഉറപ്പായും അധികാരത്തിൽ വരും എന്ന് ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നു. 165 സീറ്റ് പോകാൻ സാധ്യത ഒരു കാരണവശാലും സാധ്യതയില്ല. ഞാൻ പറയുന്നു, NDA അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, കേരളത്തിലെ ജനങ്ങൾക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ മോദിയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റുവാൻ കഴിയും. അതോടൊപ്പം തന്നെ 15 വർഷക്കാലമായി ഈ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് ആന്റണിയാണ്, കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. ഒരു വികസനവും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ആദ്യത്തെ 5 വർഷക്കാലം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗ് ആണ്, UPA സർക്കാരാണ്. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. അന്ന് എന്തെങ്കിലും കൊണ്ടുവന്നോ? അന്നൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ 10 വർഷക്കാലം മൂലയ്ക്ക് പോയിരുന്നു. ആ കുറച്ച് വെയിറ്റിംഗ് ഷെഡുകൾ, പൊക്ക വിളക്കുകൾ, ഇത് മാത്രമാണ് അവരുടെ സംഭാവന. ഇവിടെ നോക്കൂ, തൊട്ടു മുന്നിൽ ഒരു സാധനം, ഒരു അസ്ഥികൂടം നിപ്പുണ്ട്. 6 വർഷമായി പണി തുടങ്ങിയിട്ട് വീണ ജോർജിന്റെ മണ്ഡലത്തില് ഒരു ഫ്ലൈ ഓവർ പണിയാൻ 6 വർഷം എടുക്കുന്നു. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി, ഞാനൊരു ജനപ്രതിനിധിയാണ്, ഈ കഴിഞ്ഞ മാർച്ച് 25-ാം തീയതി ഞങ്ങളുടെ പഞ്ചായത്തിലെ ഉൾപ്പെടെയുള്ള മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ട്രഷറി അക്കൗണ്ടിലുള്ള പണം മുഴുവൻ സർക്കാർ പിൻവലിച്ചു കൊണ്ടുപോയി. ഒരു കരാറുകാരന് പോലും ഒരു പൈസ പോലും കൊടുക്കുവാൻ, ബില്ല് മാറി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ദുഷ്കരമായ സ്ഥിതി. ശമ്പളം കൊടുക്കുവാൻ നിലയില്ല, പെൻഷൻ കൊടുക്കുവാൻ നിലയില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ കുടിശ്ശികയില്ല, ശമ്പള കുടിശ്ശികയില്ല, യാതൊന്നുമില്ല. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ കേരളത്തില് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ NDAക്ക് അനുകൂലമാകുമെന്നാണ്. 1, മോദിയിലുള്ള വിശ്വാസം. 2, പ്രാദേശികമായിട്ടുള്ള വികസന വിരുദ്ധത. 3ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി. 4ാമത് അനിൽ കെ ആന്റണി എന്ന് പറയുന്നത് യുവത്വത്തിന്റെ പ്രതീകമാണ്. ഈ 3 കാര്യങ്ങളെ അനിൽ ആന്റണി റദ്ദ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അനിൽ ആന്റണി വന്നുകൂടി പോയി ഒരു കാരണവശാലും പോകത്തില്ല. അനിൽ ആന്റണിക്ക് വന്നതോടുകൂടി അതിനെല്ലാം കൂടുതൽ വ്യക്തത വന്നു. നരേന്ദ്രമോദി തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിലെത്തി. അദ്ദേഹമാണ്, അനിൽ കെ ആന്റണിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനിൽ കെ ആന്റണി വന്നതുകൊണ്ട് ഈ മണ്ഡലത്തിൽ വലിയ
വിജയമാണ് ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. യാതൊരു സംശയവും. ഓക്കെ, അതിന് പഴകുള്ള മധു നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ വരാം. അതിനുശേഷം ഞാൻ വോട്ടർമാരിലേക്ക് വരാം. രാഷ്ട്രീയ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. പക്ഷേ തിരിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് ED വന്ന് CBI വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, വ്യക്തിപരമായ തരത്തിലേക്കുള്ള ഒരു പരാമർശത്തിലേക്ക് കൂടി പോകുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്കോ UDF-നോ കഴിയുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് തന്നെ CPM പാർട്ടി അതിൽ മനസ്സോടെ ചേരാത്തത് കേരളത്തിലെ സമ്മർദ്ദമാണ്. അത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെയുള്ള കേസുകളാണ്. എന്ന് മാത്രമല്ല CPM പാർട്ടി എന്നും ചതിയെ കാണിച്ചിട്ടുള്ളൂ. 89-ൽ രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് സെക്യൂരിറ്റി നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ വധിക്കാൻ പോലും കാരണം ഈ CPM-ന്റെ ചതിയാണ്. VP സിംഗുമായി ചേർന്ന് അവർ സർക്കാർ ഉണ്ടാക്കി. VP സിംഗിന്റെ ഗവൺമെന്റ് പോയി, VP വന്നു, അവര് രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി എടുത്തു കളഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വധിക്കപ്പെടുന്നത്. പോകില്ലായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യയിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ അന്ന് അവിശ്വാസ പ്രമേയത്തിന് കൂട്ടുനിൽക്കാതെ ആ VP സിംഗിന്റെ ഗവൺമെന്റിനെ നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പാർലമെന്റിനോട് പറഞ്ഞു, ഞാൻ ചെയ്തത് ശരിയാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ഞാൻ രഥയാത്ര തടഞ്ഞത്, നിങ്ങളുടെ നിലപാട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ VP സിംഗിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കൂട്ടുനിന്ന രാജീവ് ഗാന്ധിയുടെ കാര്യത്തിന് ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ്? അതാണ് ഇവര് ചരിത്രത്തെ വളച്ചൊടിക്കാന്ന് പറയുന്നത്. 1984-ൽ ഇന്ത്യൻ പാർലമെന്റിൽ 2 അംഗങ്ങളെ BJP ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ EMS-ഉം ഹർകിഷൻ സിംഗ് സുർജിത്തും LK അദ്വാനിയും AB വാജ്പേയി അത്താഴ വിരുന്ന് ഉണ്ടുണ്ടാണ്. അവിടെയാണ് തീരുമാനിച്ചത് VP സിംഗിനെ സർക്കാർ കൊണ്ടുവന്നത്. രാജീവ് ഗാന്ധി അട്ടിമറിച്ച്. അറിയാലോ ചരിത്രം. അപ്പൊ 84-ൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന BJP-യെ 89-ൽ 85 പേരുള്ള പാർട്ടിയാക്കി മാറ്റിയത് എവരാണിത്. എന്നിട്ടോ 1-ാം UPA സർക്കാരിന് ഒരു പിന്തുണ പിൻവലിച്ചു. എന്താ കാരണം പറഞ്ഞത്? ആണവ കരാർ. ഇപ്പൊ ആണവ കരാർ വന്നാൽ കേരളത്തിലെ മത്തി അങ്ങ് അമേരിക്ക പോവും, തെങ്ങ് അവിടെ പോവും, കവുങ്ങ് ഇവിടെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്ന് വരെ പിന്തുണ പിൻവലിച്ചു. എന്നിട്ട് മാത്രമല്ല, മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായി BJP-ക്ക് ഒപ്പം ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്ത പാർട്ടിയാണ് CPM പാർട്ടി എന്ന് പറയുന്നത്. ഈ ഇന്ത്യ മുന്നണി രൂപീകരണം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെ ഞാൻ യോജിപ്പിച്ചു, CPM-നെ യോജിപ്പിച്ചു. കേരളം ഒഴികെ ബംഗാളിൽ മുഹമ്മദ് സലീം CPM സെക്രട്ടറി രാഹുൽ ഗാന്ധി ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ച് വോട്ട് തേടുന്നു. തമിഴ്നാട്ടിൽ, ത്രിപുരയിൽ, ഇന്ത്യയിൽ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച സീറ്റ് പോലും ഞങ്ങൾ CPM-ന് കൊടുത്തു. ഇവിടെ അവരുടെ അഴിമതി, ഈ കള്ളക്കളി, ഈ നീചമായ പ്രവർത്തനം, അതാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നത്. ഈ പിണറായി വിജയൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരിൽ അടി മുതൽ മുടി വരെയുള്ളവർ വിളിച്ച് പിണറായിയോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ മോഡിക്കെതിരെ ഒരു വാക്കുച്ചരിക്കുന്നില്ല? മോഡിയുടെ പേര് പറയാൻ സനത്കുമാറിനല്ല, പിണറായി വിജയൻ തന്റെ ഇടം ഉണ്ടോ? അതാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ വന്ന് ചോദിച്ചതും അത് തന്നെയാണ്. ഈ കള്ളക്കളി ഇത് അവസാനിപ്പിക്കണം. ഈ മധു ഒരുപാട് ആവേശം കൊള്ളണ്ട. ഞാൻ പറയുന്നത് മധു ഒന്ന് ശാന്തമായിട്ട്, എന്റെ സുഹൃത്താണല്ലോ, കേൾക്ക. മധു ഇവിടെ BJP-യെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടിയാൽ ഏക്കില്ല. കാരണം ഞാൻ നിങ്ങൾ സംസാരിച്ചില്ല, ശാന്തനായിരിക്കും. ഞാൻ പറഞ്ഞതിന് മറുപടി പറയും. അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് പശ്ചാത്തലം ഒരുക്കിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ തുടക്കമെന്ന് പറയുന്നത് ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഈ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഭോപ്പാലിൽ ഒരു വലിയ റാലി നടത്തുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെല്ലാം കൂടെ തീരുമാനിച്ചു. അപ്പോൾ എന്തായി? അതുകൊണ്ടാണ് കമൽനാഥ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, കമൽനാഥ് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ലല്ലോ, അവിടെ BSP. നിങ്ങൾ വസ്തുതാപരമായി പറയൂ. ഈ ഇന്ത്യ മുന്നണിയിലെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് CPM വേണ്ട എന്ന് തീരുമാനിച്ചത് കമൽനാഥിന്റെ തീരുമാനം കൊണ്ടല്ല. അതിനു മുമ്പേ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്കില്ല. ഞങ്ങൾ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രശ്നത്തിൽ, ഭോപ്പാലിൽ സംയുക്ത റാലി നടത്തുന്ന പ്രശ്നത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി യോജിച്ച് നീങ്ങേണ്ട നിർണായകമായ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട യോജിക്കാവുന്ന കക്ഷികൾക്ക് സീറ്റ് പോലും കൊടുക്കാതെ സ്വന്തം പാർട്ടിയിലെ കലഹം മൂലം കയ്യിലുണ്ടായിരുന്ന 2 കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ നിന്ന് ത്യജിച്ച് മറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഞങ്ങൾക്ക് 6 ലക്ഷം വോട്ട് കിട്ടി, ഗോലോട്ടിനും ഈ പറയുന്ന സച്ചിൻ പൈലറ്റിനും സമ്മതിക്കേണ്ടി വന്നു.
CPM-മായി മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ രാജസ്ഥാനിലെ ഗവൺമെന്റ് പോയില്ലായിരുന്നു. കഴിഞ്ഞ തവണ 98 സീറ്റുള്ളപ്പോൾ ഞങ്ങളുടെ 2 സീറ്റും കൂടെ ചേരുമ്പോഴാണ് കോൺഗ്രസിന് 100 സീറ്റിന്റെ അവിടെ അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. വോട്ട് ചെയ്ത 2 CPM MLA-മാരിൽ ഒരാളെ പുറത്താക്കി. BJP രാജ്യസഭയിലെ സീറ്റ് വേണ്ടെന്ന് വെച്ചിട്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴ വരുന്നത്. BJP-ക്ക് കൊടുക്കാൻ വേണ്ടി കരാർ വാങ്ങി BJP-യുമായിട്ട് അച്ചാരം നേടി ആലപ്പുഴയിലെ ആരിഫിനെതിരായി മത്സരിക്കുന്നതാണ്. BJP-യുമായിട്ട് അച്ചാരം വാങ്ങിച്ചിട്ടാണ്. BJP-യുമായിട്ട് അച്ചാരം വാങ്ങിച്ചിട്ട് ഞങ്ങൾ തെലങ്കാനയിൽ 2 സീറ്റ് പിടിക്കും, കർണാടകത്തിൽ 4 സീറ്റ് ഒരു സംശയം ആയിക്കോട്ടെ. മധുവിനോട് ചോദ്യം. ഒറ്റ കാര്യം നോക്കൂ, ഈ KC വേണുഗോപാൽ രാജ്യസഭയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ജയിച്ചു എന്ന് തന്നെ കരുതുക. ഇന്ത്യ മുന്നണിക്ക് മൊത്തം നേട്ടം. ഇത് മൊത്തം ലാഭമാർക്കാ. BJP-ക്കല്ലേ? രാജ്യസഭയിലെ 1 സീറ്റ് BJP-ക്ക് കൂടും, തെലങ്കാനയിലെ 2 സീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടും. ഈ ലോക്സഭ കിട്ടിയാൽ ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് കിട്ടും, ശോഭ ജയിക്കാത്ത പക്ഷം. എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ നിന്ന് KC വേണുഗോപാൽ ആലപ്പുഴ വന്ന് മത്സരിക്കുമ്പോൾ ആകത്തുകയിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP-യാണ്. താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടി കാര്യം പറയാം. സാധനം ഇടപെടരുത്. രാജ്യസഭയിൽ ഞങ്ങൾ അംഗത്വമുണ്ടായിരുന്നു. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തെലങ്കാനയിൽ ഭരണമുണ്ട്. ഞങ്ങൾ 2 എണ്ണം പിടിക്കും. കർണാടകയിൽ സീറ്റ് മാത്രമാണ് BJP-ക്ക് വേണ്ടത്. 4 സീറ്റ് മാത്രമാണ് BJP-ക്ക് വേണ്ടത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ CPM ആണോ കോൺഗ്രസ് ആണോ എതിർക്കുന്നതെന്ന് ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നതിന് ശാന്തമായിട്ട് ഉത്തരം പറയൂ. അതായത് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ശാന്തമായി ഉത്തരം പറയൂ. ഈ രാജ്യത്ത് ഇന്ന് BJP പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ കേസിൽ ഞങ്ങൾ കോടതിയിൽ പോയില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ സ്ഥിതി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ നരേന്ദ്രമോദി ശക്തനായി എതിർക്കുന്നത്? ഉത്തരം പറയുമ്പോൾ ക്ഷമയോട് മറുപടി പറഞ്ഞു. ചിലപ്പോ ഉത്തരം പൊള്ളിക്കും, എന്നാലും കേൾക്കണം. ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യ പിടിക്കുക, ഇന്ത്യ ഭരിക്കുക. ഇന്ത്യൻ ലോക്സഭയിൽ ഭൂരിപക്ഷം ആർക്കെന്ന് നോക്കിയാണ് പ്രധാനമന്ത്രി സൃഷ്ടിക്കുക. അതറിയാത്ത പാർട്ടിയാണോ CPM പാർട്ടി? ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും ആർക്കൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ടോ അവരെല്ലാം ഞങ്ങൾ ലോക്സഭയിൽ ജയിക്കും. ഞങ്ങൾ പ്രശ്നമല്ല. ഞങ്ങൾ 1 അല്ല 9 രാജ്യസഭ പോയാലും ലോക്സഭയിൽ 272. മത്സരിക്കുന്നതിന് തീരുമാനിക്കുന്നില്ല. എന്താണ് നിങ്ങൾ കപ്പൽ എന്താ സാധ്യത? മണ്ഡലത്തിലെ സാധ്യത എന്താ? ഒരു നിമിഷം കേൾക്കൂ സർ. സനൽ കേൾക്കൂ. എന്താ മണ്ഡലത്തിലെ സാധ്യത? ആര് ജയിക്കും? എന്തുകൊണ്ട്? UDF ജയിക്കുമെന്ന് ഉറപ്പാണ്. ഞങ്ങൾക്ക് 100% ഉറപ്പാണ് UDF. അതെന്താ കാര്യം? അത് എന്താണ്, വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ചെയ്ത കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. അതിലപ്പുറവും ചെയ്തതായിട്ട് സാധാരണ ജനങ്ങളെല്ലാം കണ്ട് നിന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഷെഡ് മാത്രമല്ലല്ലോ വികസനം. വെയിറ്റ് ഷെഡ് മാത്രമല്ലല്ലോ വികസനമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആന്റണിയെ സംബന്ധിച്ച് ഈ ഇവിടുത്തെ ഈ പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് ഇത്ര ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്യാത്ത, ഒരു കോൺഗ്രസ്സുകാരന് ഒരു ഉപകാരം ചെയ്യാത്ത, നാട്ടുകാർക്ക് ഒരു ഒരു ഇത്രയധികം ജനങ്ങളെ വെറുപ്പിച്ച ഒരു നേതാവ് ഞങ്ങൾക്ക് അറിയേണ്ടത്, ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇവിടെ ഉണ്ട്. കുറെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ
തൊഴിലില്ലാതെ നിൽക്കുന്നവർക്ക് LDF സ്ഥാനാർത്ഥി ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് 50,000 പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുമെന്നുള്ളത്. എനിക്കിപ്പോ UDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്, താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഇവരുടെ ഭരണകാലത്ത് ഇവർ ആർക്കെങ്കിലും തൊഴിൽ ലഭിച്ചതായിട്ട് താങ്കൾക്ക് അറിയുമോ? താങ്കൾ ഒന്ന് വിശദീകരിക്കാം. നല്ല യുദ്ധമാണ് സഹോദരി. മധുവിന്റെ നാട്ടിൽ അല്ല തന്നെ അല്ല അല്ല നല്ല യുദ്ധമാണ്. ഇപ്പോ ആന്റോ ആന്റണി സ്ഥാനിൽ വരുമ്പോ ഒരു കാര്യം പറഞ്ഞു. ആന്റോ ആന്റണി എന്ത് ചെയ്തെന്നാണ് അവർ ആദ്യം ചോദിച്ചത്. ഒന്നും ചെയ്തില്ലെന്നൊരു പറഞ്ഞു. പൊക്കവിളക്ക് അതിൽ ആന്റോ ആന്റണി അത് ചെയ്തു ഇത് എന്നൊക്കെ പറഞ്ഞു. അവസാനം എവരുടെ MLA-മാര് ഇത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ചോദിച്ചപ്പോ അവരെല്ലാം അഴിമതിക്കാരായി മാറി. ഇപ്പൊ ആ MLA-മാര് ആയിരുന്നപ്പോൾ നടത്തിയ 8,000 കോടി രൂപയുടെ വികസനമാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം നടന്നിരിക്കുന്നത്. ഈ പത്തനംതിട്ട താങ്കളുള്ള ചോദ്യം ഇതായിരുന്നു. ഇവര് തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു പാർട്ടിയാണ്. അവർക്ക് എന്തും പറഞ്ഞിട്ട് അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇവിടെ ആന്റോ ആന്റണി ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങള് ഇവര് തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് തന്നെ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. ആന്റോയുടെ വികസന പ്രവർത്തനങ്ങൾ റോഡ് സൈഡിലുള്ള എല്ലാം മറയ്ക്കാൻ വീണ ജോർജിന്റെ പേരിൽ ഞാൻ കണ്ടല്ലോ അവിടെ. വീണ ജോർജിന്റെ പേരിൽ അവിടെ ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടു. ഞങ്ങൾ പരാതിയുടെ പൊതുസ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ പൊതുസ്ഥലത്ത് വെച്ചിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടെങ്കിൽ മറയ്ക്കണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പരാതി പക്ഷെ നിങ്ങൾ പരാതി കൊടുത്തു. അല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ വികസനം ബസ് സ്റ്റാൻഡിന്റെ രൂപത്തിൽ വികസനം പത്തനംതിട്ട വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, അല്ലേ? നിങ്ങൾ തന്നെ വായിക്കാൻ പറയുന്നു. മറുപടി തൊഴിലിന്റെ കാര്യത്തിൽ വൈജ്ഞാനിക പത്തനംതിട്ട. ഈ ബഹളം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഉത്തരം വൈജ്ഞാനിക പത്തനംതിട്ട അല്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഇവരുടെ വികസനം പൊളിഞ്ഞല്ലോ, ഇല്ലെന്നുള്ളത് പൊളിഞ്ഞു. ഇവര് തന്നെ വികസനം പൊളിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇടപെടരുത്. ഇടപെട്ടാൽ രസമില്ല. പറഞ്ഞോളൂ. അപ്പൊ ഇവര് വികസനം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഇതേ നിൽക്കുന്ന വികസനം. അപ്പൊ ഇവര് പാസ്പോർട്ട് ഓഫീസ് ഇവിടെ ഉണ്ട്, പത്തനംതിട്ട ഉണ്ട്. അതിന്റെ മുന്നേ കൊണ്ട് തുണി വരിക്കാൻ നാട്ടുകാരെ അവരെ ഓടിച്ചു. സെൻട്രൽ സ്കൂൾ 3 പത്തനംതിട്ട ഉണ്ട്. അവിടെ ഇവര് തുണിയായിട്ട് മറയ്ക്കാൻ നോക്കി. എങ്ങനെ മറയ്ക്കാൻ പറ്റും? ഇവരെന്തേ കാണിക്കുന്നത്? ഇവര് സൂര്യനെ മുറം കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? അപ്പൊ വികസനം ഇവിടെ ധാരാളമായിട്ട് വന്നു. അപ്പൊ അവരുടെ വാദം പൊളിഞ്ഞു പോയി. ഇപ്പൊ തൊഴിലാണ്. ഇപ്പൊ ഇവരുടെ സ്ഥാനത്ത് എന്താ പറയുന്നത് അറിയാമോ? ഇവിടെ 48,000 തൊഴിൽ ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. അത് ആദ്യമേ പൊളിഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ 20 വർഷം ആലപ്പുഴ MLA ആയിരുന്നല്ലോ, ഒരു 100 പേരെ അവിടെ തൊഴിൽ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആരെയും കാണിക്കാൻ അവർക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് തട്ടിപ്പ് കൊണ്ടുവന്നു. ആ തട്ടിപ്പിൽ വലിയ പണപ്പിരിവ് നടന്നു. ഒരു മെഡിക്കൽ ഒരു ആശുപത്രിക്ക് നഴ്സിംഗ് കോളേജ് അനുവദിക്കാൻ 25 lakhs കൈക്കൂലി വാങ്ങുന്ന ആരോപണം വരെ മലയാള മനോരമ പത്രം വെണ്ടയ്ക്കായിൽ നിരത്തിയിട്ട് ഒരു മാനനഷ്ട കേസ് പോലും ഇവരുടെ സ്ഥാനത്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഈ സഹോദരി പറയുന്ന തൊഴിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച സർക്കാരാണ് കേരള സർക്കാർ. വർഷം 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ് BJP സർക്കാർ. ഞങ്ങളോ 30 ലക്ഷം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിലെ തൊഴിലുകൾ ഒറ്റ വർഷം കൊണ്ട് നികത്തും. 1 ലക്ഷം രൂപ ചെറുപ്പക്കാർക്ക് അപ്രന്റീസ്ഷിപ്പ് കൊടുക്കും, ഫീസ് കൊടുക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയരുന്ന ബഡ്ജറ്റുകൾ, ഈ പറയുന്ന പൊക്ക വിളക്കുകൾ, ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ, പാസ്പോർട്ടിന് സേവാ കേന്ദ്രം, ഇതൊക്കെ പത്തനംതിട്ട സംഭവിച്ചതല്ലേ? സേവാകേന്ദ്രം നേരത്തെ ഉണ്ടായിരുന്നതാ. അത് പോയപ്പോ തിരിച്ചു വന്നതാ. പോയത് തിരിച്ചു വന്നു എന്നല്ലാതെ തിരിച്ചു കൊണ്ട് വരണമെങ്കിൽ MP വേണ്ടേ? ഞാനൊരു കാര്യം പറയാം. നിങ്ങളെ ഞാനൊരു കാര്യം പറയാം. സാധാരണ UPA ഭരണകാലത്ത് പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. UPA ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആന്റോ ആന്റണി കഴിവെന്ന് പറഞ്ഞ വെയിറ്റിംഗ് ഷെഡാ. 5 വർഷക്കാലം ആന്റോ ആന്റണി മണ്ഡലത്തിൽ കണ്ടോ? ആന്റോ ആന്റണി എവിടെയായിരുന്നു? കാണാനില്ലായിരുന്നല്ലോ. ആന്റോ ആന്റണി കാണാനില്ലായിരുന്നു. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ആന്റോ ആന്റണി ഒരിക്കലുമല്ല. 26-ാം തീയതി ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതും. അത് അനിൽ കെ ആന്റണിക്ക് അനുകൂലമായിട്ടാ, അല്ല ആന്റോ ആന്റണിക്ക് അനുകൂലമായിട്ടല്ല. അല്ല, പിന്നെ ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ആത്മനിർഭർ ഭാരതിലൂടെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ, അതുപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ, മുദ്രാ ലോണിലൂടെ സ്വയം പര്യാപ്തമായ ഭാരതത്തിലേക്ക്
സത്യമാ. മോദി സർക്കാർ വരട്ടെ, ഞങ്ങൾക്കത് ആഗ്രഹം. 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, കിട്ടിയോ? തൊഴിൽ രഹിത ഞങ്ങളെല്ലാം, ഞങ്ങൾക്ക് ജോലിയില്ല. ജോലിയില്ല, വാഗ്ദാനങ്ങളേ ഉള്ളായിരുന്നു, ജോലിയില്ല. മോദി സർക്കാർ വരാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കോടി തൊഴിൽ തരുമെന്ന മോദി സർക്കാർ പറഞ്ഞത്. ജോലി കിട്ടിയോ? അവർ തരും. കിസാൻ എന്തെല്ലാം 10 വർഷമായിട്ട് കിട്ടിയോ? അധികാരത്തിൽ വരട്ടെ, ഞങ്ങൾക്ക് ആഗ്രഹം. 10 വർഷമായിട്ട് കിട്ടിയോ? അവർക്കൊരു ദിവസം ഭരിക്കാൻ അവസരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. വോട്ടർമാർ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നു, എന്താണ് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ മനസ്സിൽ? ആര് ജയിക്കും? തീർച്ചയായിട്ടും LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. തോമസ് ഐസക് തീർച്ചയായും എന്താ വിശ്വാസം? കൃത്യമായി നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഇത്രത്തോളം ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ധനകാര്യമന്ത്രി നമ്മുടെ പത്തനംതിട്ട ശക്തമാണോ? തീർച്ചയായും ഉറപ്പാണേ? ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നത്. അതല്ലാതെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആയിരുന്നപ്പോ തീർച്ചയായും നല്ലൊരു അടിത്തറ നമ്മുടെ കേരളത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് വേറൊരു ബദലില്ലല്ലോ ഇപ്പൊ നിലവില്. കാരണം BJP സർക്കാർ അത്രത്തോളം നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനെതിരെ കോൺഗ്രസ് ഒന്നും വാ തുറക്കുന്നുമില്ല. ഈ ഘട്ടത്തിൽ നമുക്ക് കടം വാങ്ങാൻ എന്ത് ചെയ്യും? പക്ഷെ കൃത്യമായി നമുക്ക് അതിനൊന്നും വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടെ ഉണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. മികച്ച ധനമന്ത്രി എന്ന നിലയിൽ തോമസ് ഐസക്കിനെ വോട്ടർമാർ പിന്തുണയ്ക്കുമെന്നാണ്? തീർച്ചയായും പിന്തുണയ്ക്കും. കിഫ്ബിക്കെതിരെ ശക്തമായ ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. അവർക്ക് മറ്റൊരു ബദല് ചോദിച്ചിട്ട് പല ചർച്ചകളിലും ചോദിക്കുന്നുണ്ട് ഈ നാട്ടുകാരൊക്കെ, വേറെ എന്താണ് നിങ്ങൾ ഒരു ബദല് പറയുന്നത്? പക്ഷെ ഒരിക്കൽ പോലും അതിന്റെ പ്രതിനിധി ഒരു ബദല് പറഞ്ഞ് കേട്ടിട്ടില്ല. ബദലുണ്ടോ? സഹോദരി, കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വെക്കുന്നത്. 1990-ൽ ഒരു പവൻ സ്വർണത്തിന് 5000 രൂപ, ഇന്ന് 50,000 രൂപ. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി 500 കോടി, ഇന്നും കിട്ടുന്നത് 500 കോടി. പിണറായി വൻകിട സ്വർണ്ണ കള്ളക്കടത്ത് കമ്മീഷൻ വാങ്ങിച്ചിട്ട് അവരെ നികുതി ഒഴിവാക്കി കൊടുക്കുന്നു. ഇത് മാറ്റിയാൽ മാത്രം 50,000 കോടി 50,000 കോടി 50,000 കോടി കേരളത്തിൽ 50,000 കോടി കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തുകൊണ്ടാണ് ആ വരുമാനം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലത്ത് എല്ലാ നികുതിയും പിരിച്ചിട്ടുണ്ട്. ഇതുപോലെ നശിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കടം വാങ്ങി കൂട്ടിയിട്ടില്ല. ഞങ്ങൾ മെട്രോ റെയിലും ഞങ്ങൾ മെഡിക്കൽ കോളേജും ഞങ്ങൾ വ്യവസായശാലയും കൊണ്ടുവന്നു. ഞങ്ങൾ വിമാനത്തിൽ ഒരു കടം ഉണ്ടായിട്ടില്ല. ഇവര് കാലിത്തൊഴുത്ത് UDF-ന്റെ കാലത്താ ചെയ്തത്. LDF ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളത് പറ. മെഡിക്കൽ കോളേജ് ഇവിടെ എന്ത് ചെയ്തു? ഞങ്ങളുടെ കാലത്തില്ല അനുവദിക്കുമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, മുമ്പേ ചോദിച്ച ചോദ്യത്തിനടക്കം എനിക്ക് മറുപടി തന്നില്ല. അതിന് മുമ്പ് ഈ കാര്യം ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ 2006 മുതൽ 2011 വരെയും പിന്നീട് 2016 മുതൽ 21 വരെയുള്ള കാലയളവിലാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിട്ടിരുന്നത്. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന കാലയളവിൽ മുമ്പേ പറഞ്ഞ തൊഴിലില്ലായ്മയുടെ പ്രശ്നത്തിലടക്കം PSC വഴിയുള്ള നിയമനങ്ങൾ നിർത്തിവെച്ച ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1,76,000 ഒഴിവുകൾ PSC വഴി നികത്തിയത് ഈ ധനമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴാണ്. ഞാൻ പറയുന്നതിൽ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അത് പറഞ്ഞ് തർക്കിക്കും. ചുമ്മാ ബഹളം ഉണ്ടാക്കാതെ ഞാൻ പറയുന്ന ഓരോ പോയിന്റിനും പറയും. ഞാൻ പറയുന്നത് ഇന്ന് കേരളത്തിന്റെ പാലങ്ങൾ, ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സമഗ്ര വികസനം അടുത്ത 25 വർഷത്തെ കേന്ദ്രത്തിന്റെ കോഴഞ്ചേരി പാലം 7.5 വർഷമായി. പാലം എനിക്ക് ചോദിക്കാനുള്ളത് ഈ വോട്ടർമാരുടെ പ്രതികരണം ഇവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നം മനസ്സിലാക്കണം. അതായത് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നാൽ നമ്മളൊരു വീടിന് തറക്കല്ലിട്ടാൽ നാളെ രാവിലെ കയറി താമസിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. 7 വർഷക്കാലമായി ലൈഫ് മിഷന്റെ ഉത്തരം വെച്ചിട്ട് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. അതാ പറഞ്ഞത്. 7 വർഷക്കാലമായി 4 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് കൊടുത്തിരിക്കുന്നു. ഒന്ന് വോട്ടേഴ്സിന്റെ പ്രതികരണം എടുത്തിട്ട് വരാം. പറഞ്ഞോളൂ. തറക്കല്ലിട്ടിട്ട് നാളെ തന്നെ താമസിക്കേണ്ട 7.5 കൊല്ലമായിട്ട് ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാധാരണക്കാരന് റോഡ് സൈഡിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എനിക്ക് BJPയുടെ പ്രതിനിധിയാണ് ചോദിക്കാനുള്ളത്. ആന്റോ ആന്റണി എന്ത് വികസനം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പൊക്കവിളക്ക് വെയിറ്റിംഗ് ഷെഡ് എന്ന് പറഞ്ഞ് കളിയാക്കി.
ആന്റോ ആന്റണി MP ആയിരുന്ന സമയത്ത് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ മുഴുവൻ വകുപ്പുകളിൽ നിന്നും അനുമതി നേടിയതായിരുന്നു ആറന്മുള എയർപോർട്ട്. അന്ന് ഇവരുടെ പാർട്ടിയുടെ തന്നെ നേതാവായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ അവിടെ പോയി കൊടി കെട്ടിക്കിടന്ന് ആ അന്ന് CPM-ഉം BJP ഒരുമിച്ച് അത് തടുത്തു. അന്ന് പേപ്പറിൽ മാത്രം ഉണ്ടായിരുന്ന കണ്ണൂർ എയർപോർട്ടിൽ ഇന്ന് എത്ര ഫ്ലൈറ്റ് ആണ് ഇറങ്ങുന്നത്, എത്ര ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2, ഇവിടെ 8000 കോടിയുടെ പദ്ധതി ഇവിടെ മാത്രം തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞു. സുബല പാർക്ക് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കിടക്കുക. ഇവര് അവിടെ എന്തോ ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു BJP പ്രതിനിധിയായ സ്ത്രീ എന്തോ കിസാൻ എന്തോ പറഞ്ഞു ജോലി 2 കോടി ജോലി എല്ലാ വർഷവും കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്നതല്ല, ഈ ജില്ലയിൽ ആർക്കെങ്കിലും ഒരു 5 പേർക്ക് അങ്ങനെ കേന്ദ്രത്തിന്റെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി ആരെങ്കിലും ഒരാൾ പറയണം. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 2000 രൂപ വെച്ച് കിട്ടത്തില്ലേ പൈസ? മൊത്തം 6000. 2000 കിട്ടുന്നില്ല. ജോലിയാണ് പറഞ്ഞത്. ജോലി 2 കോടി ജോലിയിൽ ഒരു 5 ജോലി നിങ്ങൾ ആർക്കെങ്കിലും ഈ ജില്ലയിൽ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ജോലി മാത്രമല്ല ഇവിടെ ഒരു നിമിഷം വോട്ടർ പാനൽ പ്രതികരണം എടുത്തിട്ട് വരാം. ഓരോരുത്തരും പ്രതികരിക്കരുത്. സമയം തരും ഒരു പാലാരിവട്ടം പാലം ഇവര് പെട്ടെന്ന് പണിഞ്ഞതാ. അത് പിന്നീട് ഇടത് സർക്കാർ വന്നപ്പോഴാ പുതുക്കി പണിയേണ്ടി വന്നത്. ആ അവസ്ഥയായിരുന്നു കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ കേരളത്തിൽ. ഇപ്പോ കോഴഞ്ചേരി പാലം ഉൾപ്പെടെ പറയുന്നു. ഇവർ ഈ പാലം പറയുമ്പോ ഈ വികസനം കൊണ്ടുവന്നോണ്ടല്ലേ ഇവർക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ഇന്ന പാലത്തിന്റെ പണി നടക്കുന്നു, ഇവിടെ നടന്നുകൊണ്ടിരിക്കുക പണി. ഇവിടെ കോഴഞ്ചേരി പാലത്തിന്റെ പണി എന്തുകൊണ്ടാണ് നടക്കാഞ്ഞെന്ന് വെച്ചാൽ അവിടെ വസ്തുവിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാറ്റി പുതിയതായിട്ട് ബാക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ വികസനം കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവുന്ന കോൺഗ്രസ്സുകാരാണ്. ശിവാസൻ നായർ ഇവിടുത്തെ MLA ആയിരുന്നു. ഒരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരണേന്ന്. അപ്പൊ പറഞ്ഞു നിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ശിവാസൻ നായർ. അതിനുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾ ഈ വർഷം കൊടുത്തിരിക്കും. ഇവിടെ ഉറപ്പായും തോമസ് ഐസക് ജയിച്ചിരിക്കും. ഇവിടെ പഴകുളം മധുസാറ് വീരവാദം മുഴക്കുകയാണ്. ഇന്ത്യ പിടിക്കുന്നു. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്നേ പറയാനുള്ളൂ. അതായത് 2 ചോദ്യമുണ്ട്. ഒന്ന്, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കച്ചത്തീവ് ദ്വീപിന്റെ വിഷയമാണ്. 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത്. ഇത് കോൺഗ്രസിന്റെ ഭരണപരാജയമാണെന്ന് സമ്മതിക്കാൻ തയ്യാറുണ്ടോ? അതുപോലെ LDF-ന്റെ പ്രതിനിധിയോട് ഇവരുടെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് എന്നും സ്വാധീനിക്കുന്ന ഒരു കാര്യം പാർട്ടി പ്ലീനവും തെറ്റുതിരുത്തൽ രേഖയുമാണ്. അവസാനത്തെ പാലക്കാട് പ്ലീനത്തിലെ തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നുണ്ട് പാർട്ടി കുടുംബാംഗങ്ങളുടെ ആർഭാട ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇപ്പോ നിലവിൽ ഏറ്റവും ലൈവായി നിൽക്കുന്ന എക്സാലോജിക് വിഷയത്തിൽ പ്രതിപട്ടികയിൽ 1ാമത് അന്വേഷണത്തിന് നിഴലിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ്, അതായത് വിമർശനത്തിന് അതീതമായ എന്ത് പ്രത്യേകതയാണ് പിണറായി വിജയൻ? രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്നിട്ടും ED അറസ്റ്റ് ചെയ്യാത്തത്? ഒരു അന്തർധാരയുണ്ടോ? ഒരു അന്തർധാരയുമില്ല. പക്ഷേ ഈ 4 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഇവർ ഈ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതിനുള്ള മറുപടിയിലേക്ക് വരാമതിന് മുൻപ് ഹലോ, എനിക്ക് പറയാനുള്ളത് പത്തനംതിട്ട ഒരു ജില്ലാ ആസ്ഥാനമാണ്. ഇവിടെ മാറി ഭരിച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് എന്ത് പ്രത്യേക ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ 10-60 വർഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ സ്റ്റേഡിയം ഉണ്ട്, പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി പിന്നെ MP ആയ സമയത്ത് 2019 കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവത്തിനെ കൊണ്ടിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടു. വർഷം ഇത്രയായി. കേന്ദ്ര ഫണ്ടാണ് അനുഭവിച്ചത്. ആ കേന്ദ്ര ഫണ്ടിന് പലിശ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ ഡയറക്ഷൻ വന്നിരിക്കുന്നതല്ലാതെ ഒരു കാര്യം ഇവിടെ നടന്നതേ ഇല്ല. ഇപ്പൊ ഈ പറയുന്ന പാർട്ടികളെല്ലാം അവരവരുടെ കാര്യം ന്യായീകരിക്കുന്നതല്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ആര് പോയാലാണ് പത്തനംതിട്ട നന്നാവുക? നല്ലവർ ആര് വന്നാലും നന്നാവും. ഇതിൽ ഐസക് ആണോ ആന്റണി ആണോ അതല്ല ആന്റോ ആന്റണി ആണോ? ആന്റോ ആന്റണി 5-15 വർഷം ഭരിച്ചു, വലിയ കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഇടതുപക്ഷം ഭരിക്കുന്നു, അവർ 5 വർഷം ജനങ്ങൾക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. BJP ഭരിക്കുന്നു, എല്ലാ ജനങ്ങളും ഒന്നുപോലെ കാണുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, പറഞ്ഞോളൂ. ആമുഖമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തോമസ് ഐസക് ഏതാണ്ട് 1.5 ലക്ഷം വരെ വോട്ടിന് പത്തനംതിട്ട പാർലമെന്റിൽ വിജയിച്ചിരിക്കും. നിങ്ങൾ എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ 3 വർഷം ശരാശരി 1.5 ലക്ഷം വോട്ടിന് പുറകില. കഴിഞ്ഞ 15 വർഷക്കാലമായി ശരാശരി 1.5 ലക്ഷം വോട്ടിന് പുറകില. 15 വർഷക്കാലമായി ഇവിടെ
പറഞ്ഞോ. കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ MP ആയിരുന്ന ആന്റോ ആന്റണി മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ കാർഷിക മേഖലയിൽ റബ്ബർ മേഖലയിൽ പ്രത്യേകിച്ച് പറയരുത്. 10 രൂപയാ കൂട്ടിയത്, 180 ആയിട്ടുള്ളൂ. അത് നിങ്ങളുടെ കൂട്ടിയ പൈസ വേണ്ട, അവർക്ക് 182. അതുപോലെ തന്നെ വനമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ നിരവധി പേർ പത്തനംതിട്ടയിലും അതുപോലെ കേരള സംസ്ഥാനത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര നിയമ ഭേദഗതി ചെയ്യുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ആന്റോ ആന്റണിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് പൊക്ക് വിളക്ക് MP ആയിട്ട് ഇവിടെ നടക്കുക അല്ലാതെ ഇദ്ദേഹം ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് പത്തനംതിട്ടയിൽ ചെയ്തിട്ടില്ല? കർഷകർക്ക് ചെയ്തിട്ടില്ല. റബ്ബർ മേഖലയിൽ എന്ത് ചെയ്തു? ശബരിമല എന്ത് ചെയ്തു? എന്താണ് മുമ്പ് എന്താണ്? ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിച്ചാലാണ് പത്തനംതിട്ടയ്ക്ക് നല്ലത്? പറഞ്ഞോളൂ. 400 സീറ്റ് നേടി BJP സർക്കാർ അധികാരത്തിൽ വരും, അതിന് യാതൊരു സംശയവും ഇല്ല. അനിൽ കെ ആന്റണി 100% പത്തനംതിട്ടയിൽ വിജയം നേടും. എന്ത് വിശ്വാസമുള്ളത്? അനിൽ കെ ആന്റണി ഈ പത്തനംതിട്ടയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു? അനിൽ കെ ആന്റണി ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ്. അനിൽ കെ ആന്റണി ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ്. ആൾക്കാർ തന്നെ ഇരിക്കുന്നത്. ഒറ്റ സംശയം, ഈ അനിൽ ആന്റണി ഇന്നിപ്പോ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJP-യിലേക്ക് വന്നു, നാളെ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വിളിച്ച അച്ഛൻ തിരിച്ചു വിളിച്ച വീട്ടിൽ പോകില്ലേ? ഒരിക്കലും പോകത്തില്ല. അനിൽ ആന്റണിക്ക് അറിയാം ഇനിയും BJP-യിൽ മാത്രമേ രക്ഷപ്പെടൂ, BJP നിന്നാൽ ഒരു ഭാവിയുള്ളെന്നറിയാം. ഒരിക്കലും അല്ലാണ്ട് പോകത്തില്ല. തീർച്ചയായിട്ടും 100% BJP-ക്ക് പ്രതീക്ഷയുണ്ട്. 400 സീറ്റ് മേടിൽ BJP ഇത്തവണ ഇന്ത്യ മഹാരാജ്യത്ത് നേടും. അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. തീർച്ചയായിട്ടും ആയിരിക്കും, 100% ആയിരിക്കും. ആണോ? സാധ്യത ഉണ്ടോ ഏട്ടാ? എന്താ അവസ്ഥ? അനിൽ ആന്റണിയെ പത്തനംതിട്ട വിശ്വസിക്കുമോ? ഒരിക്കലും ആരായിരിക്കും വിശ്വസിക്കുക? LDF വിജയിക്കുന്നുള്ളോ? എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ TM തോമസ് ഐസക്കും ആന്റോ ആന്റണി നിന്നാൽ വോട്ട് ആർക്ക് വീഴും? തോമസ് ഐസക്കിനാണോ? തോമസ് ഐസക്ക് ജയിക്കുന്നുള്ളൂ. എന്തു കണ്ടിട്ടാണ് തോമസ് ഐസക്ക് ജയിക്കേണ്ടത്? ഒഴിഞ്ഞു കിടക്കുന്ന സിവിൽ സപ്ലൈസിന്റെ റാക്ക് കണ്ടിട്ടോ? 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക കണ്ടിട്ടോ? എന്ത് കണ്ടിട്ടാ എന്ന് പറഞ്ഞാൽ എന്നോട് പോയിച്ചായിരിക്കും. ആദ്യം തന്നെ ചോദിച്ചപ്പോ എനിക്ക് മറുപടി പറയാൻ പലതവണ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. വ്യക്തമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ഡോക്ടർ തോമസ് ഐസക്. 1996 മുതലുള്ള കേരളത്തിന്റെ വികസനത്തിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായും ജനകീയാസൂത്രണവും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടും ധനമന്ത്രി എന്നുള്ള നിലയ്ക്കും 25 വർഷക്കാലത്തെ വികസനത്തിൽ തോമസ് ഐസക്കിന്റെ കയ്യൊപ്പ് കൂടിയുണ്ട്. കൂടാതെ വരാൻ പോകുന്ന ഭാവി കേരളത്തെ കണ്ടുകൊണ്ട് നേരത്തെ എൻ്റെ സഹോദരി പറഞ്ഞ പോലെ കേന്ദ്രം നമ്മളെ ഞെക്കിക്കൊല്ലുമ്പോൾ വാരണാസിക്കും ഗുജറാത്തിനുമെല്ലാം സൗജന്യമായി നാഷണൽ ഹൈവേ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെതായി 6500 കോടി രൂപ അങ്ങോട്ടടച്ച് കേരളത്തിൻ്റെ ദേശീയപാതാ വികസനവും കേരളത്തിലെ നമ്മളിവിടെ ഒന്നും നടന്നില്ലെന്ന് പറയുമ്പോൾ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വർഷങ്ങളായി UDF-ന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. അതടക്കം നടത്തിയതിന് നേതൃത്വം കൊടുത്ത നേതാവാണ് തോമസ് ഐസക്. ആലപ്പുഴയിലെ കടലോര മണലിൽ പച്ചക്കറി കൃഷി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ചേർന്ന് നടത്തി തൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്തൊക്കെ ആയിരിക്കണമെന്ന് തെളിയിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് തോമസ് ഐസക്. അദ്ദേഹത്തിന് കോഴിയുടെ ഒക്കെ അദ്ദേഹം രാവിലെ തൊട്ട് കോഴിയുടെ കാര്യം പറഞ്ഞ് അലക്കുക. ഞാൻ ഗ്യാസിന്റെ വിലയാ രാവിലെ തിരിച്ചു ചോദിച്ചത്. ഞാൻ രാവിലെ തൊട്ട് പറയാം. കോഴി വേവിക്കണമെങ്കിൽ ഗ്യാസ് മറിയച്ചേട്ടത്തിമാരെ എടുത്താലും നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എത്ര നിരോധനങ്ങൾ കൊണ്ടുവന്നാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് 1600 രൂപ പെൻഷനാക്കിയത്. ഞങ്ങളത് 2600 രൂപ ആക്കി കൊടുക്കാൻ തയ്യാറാണ്. കേന്ദ്രം 1000 രൂപ കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ 200 രൂപ പോലും തരാതെ 800 കോടി രൂപ ഈ കേരളത്തിന് ഇപ്പോഴും പെൻഷൻ ഇനത്തിൽ മാത്രം കട്ട് ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് ലഭിക്കുന്നതെല്ലാം കട്ട് ചെയ്തിട്ട് ആദ്യം ആവശ്യപ്പെടുന്നത് 2500 രൂപ ആക്കുന്നതിന് വേണ്ടി കേന്ദ്രം ഇപ്പോൾ നൽകുന്ന 200 രൂപ 1000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ. പത്തനംതിട്ട ടൗണിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. റബ്ബർ കർഷകർ, മലയോര കർഷകർ, ഒപ്പം ഈ പത്തനംതിട്ട നഗരത്തിന്റെ വികസന പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നു നമ്മൾ. എന്താണ് സാധ്യത രാഷ്ട്രീയമായി? പറഞ്ഞു. എനിക്ക് LDF-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു കോഴഞ്ചേരിക്കാരനാണ്.
7 വർഷമായി ഏറി നിൽക്കുകയാണ് കോഴഞ്ചേരി പാലം. ഇപ്പൊ ഇവിടെ LDFന്റെ ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു, പിന്നെ നിർമ്മാണം നടക്കുകയാണ്. നിർമ്മാണം നടക്കുക. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതി മാത്രം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇലക്ഷൻ കഴിയും പരിപാടി നടത്തും. ഇതാണ് ഇപ്പോൾ LDFിൽ നിന്ന് വികസനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? ഒരിക്കലും ഇല്ല. ആന്റോണിയിൽ നിന്നോ? 100% വികസിച്ചിരുന്നോ 15 വർഷം? തീർച്ചയായിട്ടും. പത്തനംതിട്ടയ്ക്ക് വികസനം ഉണ്ടായി. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം പുള്ളി ഇവിടെ ജയിക്കും. 1 ലക്ഷം തീർച്ചയായിട്ടും കൂടുതലല്ലേ? 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ഇവിടെ ജയിക്കും. 1 ലക്ഷത്തിന് ഭൂരിപക്ഷം ജയിക്കും. ആണോ? 1.5 ലക്ഷം ഭൂരിപക്ഷം ജയിക്കും. ആണോ? ആ ജയിക്കും. 1 ലക്ഷം എന്നാണല്ലോ ഭൂരിപക്ഷം പറയുന്നത്. ഇവരുടെ സ്വപ്നത്തിൽ നടക്കുമായിരിക്കും, അല്ലാതെ നടക്കും തോന്നുന്നില്ല. അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, മൊത്തത്തിൽ എന്താ അവസ്ഥ മണ്ഡലത്തിന്റെ? മൊത്തത്തിൽ നല്ലൊരു അവസ്ഥയാണ്. പിന്നെ UDF ഒരു 1.5 ലക്ഷം 2 ലക്ഷം വോട്ടിന് ജയിക്കും. ആന്റണി ജയിക്കും. എന്തുകൊണ്ട് ആന്റണി ജയിക്കണം? ആന്റണി ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യം. നമ്മുടെ നാടിന്റെ ആവശ്യമാണോ ആന്റണി ജയിക്കുന്നത്? ആണോ? ആന്റണിയാണോ ജയിക്കേണ്ടത്? തോമസ് ഐസക് ജയിക്കത്തുള്ളൂ. എന്താണ് അവസ്ഥ? ആരായിരിക്കും? അനിൽ ആന്റണി ജയിക്കുമെന്നാണോ ഈ പറയുന്നത്? എന്താണ് അവസ്ഥ? എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അനിൽ ആന്റണി തന്നെയാണോ? അനിൽ ആന്റണിക്കാണോ ഇത്തവണ സാധ്യത? എന്തുകൊണ്ട് ആന്റണി? ഉറപ്പായി വികസനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജയിച്ചു വരുന്നത്. ആണോ? അനിൽ ആന്റണിയാണോ? അത് ആന്റണിയോ? ആളുകൾക്ക് മാറിപ്പോവോ? മാറുന്നില്ല. ആർക്കായിരിക്കും സാധ്യത? അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അനിൽ ആന്റണിയിൽ വിശ്വാസം? എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണല്ലോ. അപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. ആണോ? മോദിയുടെ ഗ്യാരണ്ടിയിലാണോ വിശ്വാസം? ആണോ? അപ്പം അനിൽ ആന്റണിക്ക് സാധ്യത ഉണ്ടെന്നാണ്. ആണോ? അനിൽ ആന്റണി ആരാ? പിന്നെ ഐസക് അതോ ആന്റണിക്കാണ് സാധ്യത? എന്താ? മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട് വിശ്വാസമില്ല? എന്തുകൊണ്ട് വിശ്വാസമില്ലെന്ന് പറഞ്ഞാല് പെട്രോളിനും ഡീസലിനും ഒക്കെ വലിയ വില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം ഭയങ്കര വിലയാണ്. 500 രൂപ കിടന്ന ഗ്യാസിന് ഇപ്പോൾ 1000 രൂപ വിലയാണ്. അപ്പൊ ഇയാളുടെ ഗ്യാരണ്ടി നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇനി മോദിയുടെ കയ്യിൽ ഭരണം കിട്ടിയാല് ഇവിടെ ഇലക്ഷനും നടക്കത്തില്ല, ഒരു ചുണ്ണാമ്പും നടക്കത്തില്ല. അതുകൊണ്ട് ആന്റണി ജയിക്കേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യം. ഇവിടെ ഉറപ്പായും തോമസ് ഐസക്. കാരണം ഇന്ന് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് ആ പാവം പിടിച്ച ചേച്ചിയെ കൊണ്ട് 1.5 മണിക്കൂറോളം ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇരുത്തേക്കുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൽ ആളില്ല. പിന്നെ എങ്ങനെയാണ് 1/2 മണിക്കൂറും കൊണ്ട് പരിപാടി നടത്തി എങ്ങനെയൊക്കെയോ പോയി. ഇവിടെ ടൗണിലെങ്ങും ഒരു ആരും വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. ഇവിടെ അതുകൊണ്ട് ഉറപ്പായും തോമസ് ഐസക്. പിന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു, പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നു. ഇവര് വരുമ്പോ സ്വന്തം കൊടി പിടിക്കാൻ പറ്റില്ല, സ്വന്തം കൂടെ നിൽക്കുന്ന ലീഗിന്റെ കൊടി പിടിക്കാൻ പറ്റില്ല. പണ്ട് ഞങ്ങൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴായിരുന്നു ഈ ഊത്തും ഈ ബലൂണൊക്കെ പിടിക്കുന്നത്. ഇപ്പൊ ആ അവസ്ഥയാണ് ഇവിടെ. BJP പേടിച്ച ഇപ്പൊ ആ അവസ്ഥയാണ് ഇവിടുത്തെ കോൺഗ്രസ്. എന്താ സാധ്യത? പറഞ്ഞേ. ആന്റണി ജയിക്കും. എന്തുകൊണ്ട്? ഇന്നലെ സീതാറാം യെച്ചൂരിയുടെ പരിപാടി കോന്നിലുണ്ടായിരുന്നു. പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികൾ അത്രയും പോലും ആളില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ദേശീയ നേതാവ് എന്ന നിലയിൽ CPM-ന്റെ നേതാക്കളിൽ പോലും സാധ്യതയില്ലെങ്കിൽ ഇവിടെ ആന്റണി ജയിക്കും. ഇപ്പൊ തന്നെ അവരുടെ പരസ്യം കണ്ടില്ലേ? പിണറായി വിജയനൊക്കെ CPM ജില്ലാ സംസ്ഥാന സെക്രട്ടറിയെക്കാളും അഖിലേന്ത്യാ സെക്രട്ടറിയെക്കാളും വലുത് അവരുടെ പിണറായി വിജയൻ. ഓക്കെ, അപ്പൊ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാധ്യതയാണ്. പെട്ടെന്ന് ചുരുക്കി. എനിക്ക് ഒരു ട്രാക്ക് റെക്കോർഡ് പറയുന്നത് കേട്ടു. തോമസ് ഐസക്കിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞു കേട്ടു. 25 വർഷം MLA ആയിട്ടും 10 വർഷം ധനകാര്യമന്ത്രിയായിട്ടിരുന്നു. അങ്ങനെ ഒരു ധനകാര്യമന്ത്രിയായിട്ടിരുന്ന ഈ സംസ്ഥാനത്തേക്ക് ഇന്ത്യയില് ഈ ഏക സംസ്ഥാനം മാത്രമേ ഉള്ളൂ പണിയെടുത്ത സർക്കാർ ജോലിക്കാരന് ശമ്പളം കൊടുക്കുന്നത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരുന്ന ഏക സംസ്ഥാനം കേരളമായി. ആ രീതിയിലേക്ക് കേരളത്തിനെ മാറ്റിമറിച്ചൊരു ധനകാര്യമന്ത്രിയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് BJP-യുടെ ആളിനോടാണ് ചോദിക്കാനുള്ളത്. ഈ പ്രവാസികൾക്ക് വിമാനയാത്ര കൂലി കുറയ്ക്കുവാൻ എന്ത് നടപടിയാണ് BJP സർക്കാർ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്? ഇതടക്കമുള്ള ചോദ്യങ്ങളാണ്. 2 കോടിയുടെ തൊഴിൽ, ഗ്യാസിന്റെ വിലവർദ്ധനവ്, പെട്രോൾ ഡീസൽ വിലവർദ്ധനവ്, സാധാരണക്കാരൻ പോളിംഗ് ബൂത്തിലേക്ക് പോയാൽ താമരയ്ക്ക് എങ്ങനെ കുത്തുമെന്നതാണ് ചോദ്യം. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 1-2 കാര്യമല്ല. ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിന് 5000 രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊടുത്തു. 5000 രൂപ സ്ത്രീകളുടെ ആദ്യ പ്രസവത്തിന് 5000 രൂപ കൊടുക്കുന്നുണ്ട്. കിട്ടിയവരുണ്ട്. അംഗൻവാടി ടീച്ചറോട് പോയി ചോദിച്ചോക്ക് കൊടുക്കുന്നുണ്ടോ എന്ന്. കൊടുക്കുന്നുണ്ട്. കിസാൻ സമ്മാൻ നിധി 6000 രൂപ കൃത്യമായി കൊടുക്കുന്നുണ്ട്. 2000 വീതം കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ ഈ വഴിയോര കച്ചവടക്കാരായിട്ടുള്ള പെട്ടിക്കടക്കാർക്ക് സ്വനിധി എന്ന് പറഞ്ഞ് 10,000, 20,000, 30,000 അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ തെളിവ് തരാം. ആദ്യം 10,000 കൊടുക്കും, അത് കൃത്യമായി അടച്ചാൽ 20,000 കൊടുക്കും. നിങ്ങൾ ബഹളമുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ആ 20,000 കൃത്യമായി അടച്ചാൽ യാതൊരു ഈടുമില്ലാതെ 50,000 കൊടുക്കും. 50,000 വാങ്ങിയ വഴിയോര കച്ചവടക്കാരെ ഞാൻ കാണിച്ചു തരാം. അത് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ പട്ടിണിയുടെ കാര്യത്തിൽ 111 സ്ഥാനത്തോട്ട് പോയത്? ഞാനൊരു 60 വർഷക്കാലം നമ്മളുടെ ഗതി എന്തായിരുന്നു? ഈ 60 വർഷക്കാലം നമ്മൾ 51, 55 സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് 110 സ്ഥാനത്തേക്ക് വന്നു. നിങ്ങൾ പറയുന്ന പട്ടിണി എന്ന് പറയുന്ന പട്ടിണിയുടെ ആ സൂചികയുണ്ടല്ലോ, ആ സൂചികയ്ക്ക് ഒറ്റ സൂചികയുള്ളൂ, വിശപ്പ്. ആ വിശപ്പില്ല സാർ, ആ വിശപ്പിന് ഇവിടെ ഇല്ല. കോവിഡ് മഹാമാരി കാലത്ത് എല്ലാവർക്കും സൗജന്യ റേഷൻ കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവൻ സൗജന്യ റേഷൻ കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതാണ്. അങ്ങനെ പട്ടിണി എന്ന് പറയുന്നൊന്നും ഇവിടെ ഇല്ല സാർ. ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്, 100% വിശ്വാസമുണ്ട്. അതോടൊപ്പം വിദ്യാസമ്പന്നനായ ഒരാൾ ഇവിടെ മത്സരിക്കുന്നു, യുവാവാണ് മത്സരിക്കുന്നത്. തോമസ് ഐസക് വിദ്യാസമ്പന്നനല്ലേ? അയാൾ PhD ആണല്ലോ നമ്മുടെ കണക്കണിയിലാക്കിയത്. ആ PhD അല്ലയോ കണക്കണിയിലാക്കിയത്? ഏതിലാ PhD? സാമ്പത്തിക ശാസ്ത്രത്തിലാണോ? ആണോ? എന്നിട്ടാണോ ഈ പണി? കിഫ്ബി മസാല ബോർഡിൽ അന്വേഷണം നേരിടുക, അകത്ത് പോകുന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാസമ്പന്ന നിലയിൽ യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ ഇതുവരെ കാണാത്ത വികസനം പത്തനംതിട്ടയിൽ കൊണ്ടുവരും, യാതൊരു സംശയവും വേണ്ട. മറ്റൊന്ന് ഞങ്ങൾ ഇതുവരെ ബഹിഷ്കരിച്ചിരുന്ന, ഞങ്ങളോട് മുഖം തിരിഞ്ഞിരുന്ന വിഭാഗങ്ങളെല്ലാം പത്തനംതിട്ടയിൽ ഞങ്ങളെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും പത്തനംതിട്ടയിൽ, യാതൊരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ദീപികയൊക്കെ വായിച്ചായിരുന്നു അടുത്ത കാലത്ത്? ദീപികയൊക്കെ വായിച്ചിരുന്നോ? ദീപികയിലെ KLRCC നിലപാട് വന്നു, കത്തോലിക്ക സഭയുടെ നിലപാട് വന്നു. കാര്യം പറഞ്ഞോട്ടെ സാറേ, എല്ലാവരുടെയും ഒരു മുകളിലിരിക്കുന്ന ഒരു ലെയർ മാത്രമല്ല വോട്ടർമാർ എന്ന് പറയുന്നത്. അതിന് താഴെ ഒരുപാട് ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരുടെ മനസ്സ് പള്ളിയിൽ പോകുന്നവരെ ജയ് ശ്രീറാം വിളിപ്പിച്ചൊരു ചിത്രം ഇപ്പൊ പ്രദർശിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MPമാരുള്ളത്, ക്രിസ്ത്യൻ MLAമാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാ. അതെന്താ പറയാത്ത നിങ്ങള്? ഞങ്ങൾക്കാണേ ഉള്ളത്. ഏത് സംസ്ഥാനത്താണ്? ഞങ്ങൾക്കാണ് കൂടുതലുള്ളത്. കണക്കെടുക്കൂ. ഒരു ഭാഗത്ത് തോമസ് ഐസക്കിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചുള്ള പൊഴുത്തുപാട്ടലുകളുണ്ട്. വൈജ്ഞാനിക പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഇതിനെയാണ് നേരിടാൻ പോകുന്നത്. അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ നടപ്പാക്കിയ ആലപ്പുഴയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ആലപ്പുഴയെ വിശ്വോത്തര നഗരമാണെന്ന് പറഞ്ഞു, ഒന്നും ആക്കിയിട്ടില്ല. പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആലപ്പുഴ പോയി നോക്കണം, ഒരാൾ മുഴുവൻ പച്ചക്കറിയും നശിച്ചു പോയി. അവിടെ കയർ വ്യവസായമാണ്. ഇദ്ദേഹത്തിന് PhD ഉള്ളത് കയറിലാണ്. ആ കയർ വ്യവസായം മൊത്തം പൂട്ടിപ്പോയി, മുഴുവൻ തമിഴ്നാട്ടിലേക്ക് പോകും. അവിടെ മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. തോമസ് ഐസക്കാണ് കേരളത്തിലെ ഇന്നത്തെ ധനപ്രതിസന്ധിക്ക് ഒന്നാമത്തെ കാരണക്കാരൻ. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് നന്നായി തിരിച്ചറിയും. ഇവിടെ ചെപ്പടി വിദ്യയാണ്. ഇവിടെ ഇങ്ങോട്ട് വന്ന് 50,000 തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ വെറും വിഡ്ഢികളൊന്നുമല്ല. തോമസ് ഐസക് കയറുന്നവരെല്ലാം വെറും പാവങ്ങളാണ്, വിഡ്ഢികളെന്നാണ്. റബ്ബർ കർഷകർ 2016-ലും 21-ലും 250 രൂപ തറവില കൊടുക്കാവുന്ന സ്വന്തം പ്രകടന പത്രികയിൽ എഴുതി വെച്ച പാർട്ടിയാണ് CPM പാർട്ടി. ഈ 2 തവണയും അവർ വഞ്ചിച്ചു. ഞങ്ങളുടെ ഭരണകാലത്ത് 350 റബ്ബറിന്റെ വില ഞങ്ങൾ അന്ന് അടിസ്ഥാന വില നിശ്ചയിച്ച് നൽകിയിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് പോയപ്പോഴാണ് റബ്ബർ വില ഇടിഞ്ഞത്. വന്യമൃഗശല്യം 4 പേരാണ് ഈ അടുത്ത സമയത്ത് പത്തനംതിട്ടയിൽ മരിച്ചത്. വനം വകുപ്പ് മന്ത്രി ഇല്ല, മുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരില്ല. വന്യജീവി നിയമത്തിന്റെ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ എത്ര തവണ ചോദിച്ചു? എത്രയോ തവണ. ആന്റോണിന് മാത്രമാണ് 17 തവണ ഇന്ത്യൻ പാർലമെന്റിൽ മലയോര ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്യമൃഗശല്യം, അതുപോലെ മലയോര വാസികൾ അവർക്ക് അവരുടെ 1 കിലോമീറ്റർ അകത്ത് അവരെ ബഫർ സോൺ ഉണ്ടാക്കി അവരെ ഒഴിവാക്കാൻ ഈ ഗവൺമെന്റ് തീരുമാനം സുപ്രീം കോടതി അറിയിച്ചു. അതിനായി ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റക്കാരും കൂടി ഞങ്ങൾക്ക് ഒറ്റ പ്രശ്നമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇവരത് മനസ്സിലാക്കണം. ഇന്ത്യയിൽ BJP എന്ന് വെച്ചാൽ ഇവർ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാണ്. ഓരോ പള്ളിയും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലേ കഴിയൂ. 540 മുതൽ 10-20 സീറ്റിൽ മത്സരിക്കുന്ന CPM പാർട്ടി എന്തിനാണ് കാണിക്കുന്നത്? മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി മാത്രമാണ്.
രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ടുള്ള മദർ തെരേസയുടെ പേരിലുള്ള സ്കൂളിൽ കാലി വേഷധാരികൾ കയറി മണിപ്പൂരിൽ സ്കൂളിന്റെ അധികാരിക്ക് ഈ ചോദ്യത്തിന് മറുപടി ജില്ലയിലിറങ്ങി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയപ്പോൾ തോമസ് ഐസക്കിന് ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ 70,000 വോട്ടിന് മണ്ഡലമാണിത്. 1,13,000 വോട്ടിന് ഈ മണ്ഡലം ജയിച്ചിരിക്കുമെന്ന് ഞാൻ വെള്ള പേപ്പറിലാണ് എഴുതിത്തരാം. അതായത് 76,000 വോട്ടുകൾ നിയമസഭയിൽ മുൻപിൽ നിൽക്കുകയാണ് LDF. നിലവിൽ 76,000 ഭൂരിപക്ഷമുണ്ട്. 50,000 വോട്ട് തോമസ് ഐസക് എന്ന ജനനേതാവിന് സ്വന്തമായി ലഭിക്കും. പാർട്ടിക്കകത്ത് ഒരു മുൻ MLA അടിച്ചു വെട്ടിയവർ അത് പറ. തോമസ് ഐസക്കിനെ കൊണ്ടുവന്നത് ഒരു MLA അടിച്ചു വെട്ടി അനിൽ ആന്റണിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ ഇങ്ങനെ ഉശിരോടുകൂടി ഉയരുകയാണ് പത്തനംതിട്ടയിൽ. നമ്മൾ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ സസ്പെൻസ് ത്രില്ലറാണ് പത്തനംതിട്ടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. 3 സ്ഥാനാർത്ഥികളും 3 മുന്നണികളും ആവേശത്തോടുകൂടി പ്രചരണ രംഗത്തുമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും കൊല്ലത്ത്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം വൈകിട്ട് 7 മണിക്ക്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.